ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. എല്ലാവർക്കും കർത്താവിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മനസ്സലിവിനെക്കുറിച്ച് ചിന്തിച്ചാണ് നിർത്തിയത്. കർത്താവിൻ്റെ ആ മനസ്സലിവിൻ്റെ ശ്രേഷ്ഠത എത്രത്തോളമാണ്, അത് നമ്മെ ദൈവസന്നിധിയിൽ നിലനിർത്തുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. വാസ്തവത്തിൽ ഒരു ദൈവവൈതൽ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ മുതൽ അവൻ ദൈവത്തിൻ്റെ ക്ഷമയും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ദയയും മനസ്സലിവും ഒക്കെ ആവോളം ആസ്വദിച്ചുകൊണ്ടാണ് അവൻ്റെ ആത്മീക ജീവിതത്തിൽ മുൻപോട്ട് വരുന്നത്. നമ്മൾ ഹെബ്രായ ലേഖനമൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ മഹാപുരോഹിതനായി ദൈവസന്നിധാനത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനായി, നമ്മുടെ ഉത്തരവാദിയായി നമുക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലണം, കാരണം നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നിങ്ങളെ അറിയുന്നതിനേക്കാൾ നിങ്ങളെ അറിയുന്നവനാണ്. അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ 12-ാം വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ജകളെ വേറുവിടുവിക്കുമെണ്ണം തുളച്ചു ചെല്ലുന്നു. ഹൃദയത്തിൻ്റെ ചിന്തനങ്ങൾ ഭാവനകൾ സകലതിനെയും വിവേചിക്കുന്നതാണ്. എന്നിട്ട് ഇപ്രകാരമാണ് പറയുന്നത്: അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, നാം അറിയുന്നതിനേക്കാൾ നമ്മെ അറിയുന്ന, നാം എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ നമ്മെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മുടെ ബലഹീനതകൾ തുറന്നു പറയുവാനും നമ്മുടെ വീഴ്ചകൾ വിട്ട് ഓടിച്ചെല്ലുവാനും ഉള്ളൊരിടമായി, ധൈര്യത്തോടെ പ്രവേശിപ്പാനുള്ളൊരിടമായി ചിത്രീകരിക്കപ്പെടുകയാണ് ഹെബ്രായ ലേഖനത്തിൽ. പ്രൈസ് ഗോഡ്. അപ്പം അറിവില്ലാതെ പാപം ചെയ്തവരോടും തീരുമാനമെടുത്തിട്ട് വീണ്ടും ബലഹീനരായി കുഴഞ്ഞു പോയവരോടുമൊക്കെ സഹതാപം കാണിക്കാം, അടുത്തു വരിക എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു കർത്താവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ ആ മേഴ്സി, ആ കരുണയെക്കുറിച്ചും മനസ്സലിവിനെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കരുണാസമ്പന്നനായ ദൈവം. ഇപ്പോൾ ദൈവത്തിൻ്റെ സമ്പന്നത, ദൈവത്തിൻ്റെ പ്ലൂട്ടോസ് എന്ന് പറഞ്ഞാൽ സമ്പന്നത എന്നാണ്. ദൈവം ബഹുവിധ സമ്പന്നനാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. ഇവിടെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കരുണയിൽ സമ്പന്നനായ ദൈവം. അപ്പോൾ ദൈവം കരുണയുടെ സമ്പത്തിനെ മക്കൾക്ക് തരികയാണ്. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. അപ്പോൾ ഈ പദമൊക്കെ ഒരു സൂപ്പർലേറ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മഹാസ്നേഹം, കരുണയുടെ സമ്പന്നത. അപ്പോൾ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. ഈ മഹാസ്നേഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് നിർത്തി ചിന്തിച്ചാൽ മനസ്സിലാകും കേട്ടോ. ദൈവം നമ്മുടെ പിതാവായി തീരുക സ്നേഹനിമിത്തം. പ്രൈസ് ഗോഡ്. നമ്മെ സ്നേഹത്തിൽ മുൻനിയമിച്ച്, നമ്മെ സ്നേഹത്തിൽ വീണ്ടും ജനിപ്പിച്ച്, തൻ്റെ സ്നേഹ ആധിക്യം കാരണം ദൈവം നമ്മെ തൻ്റെ മക്കളാക്കി തീർക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇപ്പോൾ ഒരു ദൈവവൈതലിനെ ദൈവം സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ പുത്രനാക്കി പുത്രിയാക്കി തീർക്കുന്ന മഹാസ്നേഹം, അതിനെക്കുറിച്ചാണ് വാസ്തവത്തിൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന് 4 മുതൽ 9 വരെ പറയുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും, ക്രിസ്തു അഥവാ ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൻ്റെ ആ വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അത്ര മനോഹരമായ വാക്യമാണ്.
അപ്പോൾ ഈ ഒരു വാക്യത്തിൽ എഫെസ്യർ 2:4-9 വരെയുള്ള ഈ വാക്യങ്ങളിലെ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഈ വായിച്ചത്. ഇത് നമ്മൾ ധ്യാനിച്ചാൽ ബൈബിളിൻ്റെ ഉള്ളടക്കം ഇതാണ്. തിരുവെഴുത്തിൻ്റെ ഉള്ളടക്കം ഇതിൽ പിതാവിൻ്റെ ഹൃദയമുണ്ട്. പ്രൈസ് ഗോഡ്. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാ മരിച്ചവരായിരുന്നു നമ്മെ. അവിടെ ഈ മരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇനി ഒരിക്കലും ദൈവത്തോടടുത്തു വരുവാൻ സാധ്യതയില്ലാത്ത വിധം എന്നേക്കുമായി ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. ഇനി ഒരു ഓപ്ഷനുമില്ല. ഇനി ഒരിക്കലും മടങ്ങി വരാൻ കഴിയത്തില്ല. അപ്പം ഇനി ഒരിക്കലും തിരികെ വരാതെ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് അന്യം നിന്ന് പോയവർക്ക് വേണ്ടി ഇവിടെ റിസ്ക് എടുക്കുന്നത് ദൈവമാണ്, തൻ്റെ സ്നേഹം നിമിത്തം. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ കർത്താവിൻ്റെ ആ മനസ്സലിവ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുയേശുവിൽ അവനോടൊപ്പം ഉയർപ്പിച്ച് നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ആമേൻ. പിന്നെ കർത്താവിൻ്റെ ഈ മനസ്സലിവിനെ കുറിച്ച് തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. തീത്തോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 3-ാം അധ്യായം 4-8 വരെയുള്ള വാക്യങ്ങളാണ് കേട്ടോ. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ, ആമേൻ, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും നമ്മുടെ മേൽ ഉദിച്ചപ്പോൾ, ഇപ്പോൾ ഈ ഇരുട്ട് പരന്ന് കിടക്കുന്ന, രാത്രി പരന്ന് കിടക്കുന്ന, സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നും ഇല്ലാത്ത കനത്ത കുറ്റാക്കൂര് ഇരുട്ട്, അതിന് നടുവിലേക്ക് സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ പാപത്തിൻ്റെ, ശിക്ഷാവിധിയുടെ, മരണത്തിൻ്റെ, ന്യായവിധിയുടെ, ശാപത്തിൻ്റെ ആ കുറ്റാക്കൂരിരുട്ടിന് മുകളിലേക്ക് ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ മനുഷ്യപ്രീതി, മനുഷ്യരോടുള്ള ആ സ്നേഹവും ഉദിച്ച് വന്നപ്പോൾ, ആമേൻ, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. പ്രൈസ് ഗോഡ്. നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല. ഈ ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ പാസ്റ്റ് നോക്കുന്നില്ല. അവൻ എത്രത്തോളം നല്ലവനായിരുന്നു എന്നുള്ളത് നോക്കി അല്ല ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. മറിച്ച് ദൈവം എത്രത്തോളം നല്ലവനാണെന്നുള്ള ആ തിരിച്ചറിവിൽ. പ്രൈസ് ഗോഡ്. നമ്മെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ക്വാളിറ്റി അല്ല, ദൈവത്തിൻ്റെ ക്വാളിറ്റി നിമിത്തം. ആമേൻ. അവിടെ ഇങ്ങനെ പറയുന്നു, നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ കരുണ, ദൈവത്തിൻ്റെ ആ മനസ്സലിവിനെ കുറിച്ച് ഓർപ്പിക്കുക. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവിന് മുൻപിൽ എൻ്റെ നീതിപ്രവൃത്തികൾ അല്ല, എൻ്റെ ഒരു പ്രവൃത്തികളെയും കണക്കിടാതെ എന്നെ വിടുവിച്ച ദൈവം. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, എന്നോടുള്ള സ്നേഹ ആധിക്യത്താൽ എന്നെ ഇനി വിടുവിക്കേണ്ടതിന് എൻ്റെ ഒരു പ്രവൃത്തികളും ഞാൻ എന്തായിരിക്കുന്നു അതുപോലും ഒന്നുമല്ലാതിരിക്കെ ദൈവം തൻ്റെ കരുണയുടെ ആധിക്യത്താൽ എന്നെ തിരഞ്ഞെടുക്കുക. ഇതാണ് നാം ദൈവകൃപയിൽ പ്രശംസിക്കണം എന്ന് പറയുന്നത്. അടുത്ത വാക്യം പറയുകയാണ്, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് തന്നെ. ഈ പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ വരുമ്പോൾ നമ്മൾ റിന്യൂ ചെയ്യപ്പെടുകയാണ്, നമ്മൾ പുതുക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം ജീവൻ്റെ പുതുക്കം നമ്മിൽ വെളിപ്പെട്ട് വരികയാണ്. ആമേൻ. അപ്പോൾ ആദാമ്യ ജീവിതത്തിൻ്റെ പഴമ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ഒരു ക്രിസ്തുവിൻ്റെ ലൈഫിൻ്റെ, ക്രിസ്തുവിൻ്റെ ജീവൻ്റെ പുതുക്കം നമ്മുടെ മേൽ വെളിപ്പെടുകയാണ്. ഈ കൊരിന്ത്യലേഖനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അടുത്തത് പഴയത് കഴിഞ്ഞുപോയി. ആ പഴയത് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ആദാമ്യമായത് കഴിഞ്ഞുപോയി. മറിച്ച് ക്രിസ്തുവിലുള്ളത് എൻ്റെ മേൽ വെളിപ്പെടുകയാണ്. ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. ആ നവീകരണം എന്നുള്ള പദം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മിൽ റിന്യൂ ആകുന്നത്
അല്ലെങ്കിൽ നമ്മെ പുതുക്കപ്പെടുന്നത് ആദാമ്യ ജീവനല്ല. ആദാമ്യമായത് നമ്മിൽ നിന്ന് ആ പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നു. ആമേൻ. ആ ക്രിസ്തുവിലുള്ള പുതുക്കം, ആ ന്യൂനെസ് നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ആമേൻ. ഇവിടെ ഇപ്രകാരം പറയുന്നു, ഇങ്ങനെ നമ്മുടെ രക്ഷിതാവ് യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് ആമേൻ നാം അങ്ങനെ വീണ്ടും ജനിച്ചു. അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നീതിപ്രവൃത്തികളാൽ അല്ല നാം രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇനിയും നാം എന്ത് ചെയ്യണം? ദൈവത്തെ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ടല്ല നമ്മളെ തിരഞ്ഞെടുത്തത്, തൻ്റെ കരുണയാലാണ്. അതുകൊണ്ട് ഈ വിടുവിക്കപ്പെട്ടവൻ ഇനി സൽപ്രവൃത്തി ചെയ്യണം. ആമേൻ. നമ്മോട് സൽപ്രവൃത്തികൾ ചെയ്യുവാൻ പറയാനുള്ള ഏക കാരണം നമ്മുടെ സൽപ്രവൃത്തികൾ നിമിത്തം അല്ല നമ്മെ വിടുവിച്ചത്. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചിലത് കണ്ടില്ല, നമ്മൾ ചില ക്വാളിറ്റീസ് കണ്ടില്ല. പക്ഷെ ദൈവം തൻ്റെ കരുണയാൽ തിരഞ്ഞെടുത്തിട്ട് നമ്മോട് പറയുന്നു, നിന്റെ മേൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം തന്നിരിക്കുന്നു. ഇനി നിന്നിൽ നിന്ന് ഞാൻ ഇന്ന് വരെ കാണാത്ത ചില ഫ്രൂട്ട്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആമേൻ. അപ്പോൾ കർത്താവിൻ്റെ ആ കരുണയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം അതിന് 2:10 ഇപ്രകാരം പറയുന്നുണ്ട്, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ. പറഞ്ഞതിൻ്റെ അർത്ഥം മുമ്പേ നിങ്ങൾ യഹൂദർ അല്ലായിരുന്നു, എന്നാൽ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവരായിരുന്നു നിങ്ങൾ, എന്നാൽ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അപ്പം നമ്മൾ ഈ ദൈവത്തിൻ്റെ മനസ്സലിവും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ആർദ്രത, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ദീർഘക്ഷമ എന്ന് പറഞ്ഞ ഈ ഡിവൈൻ ആട്രിബ്യൂട്ട്സ് മുഴുവൻ നമുക്ക് വേണ്ടി ചെലവാക്കിയിട്ടാണ് ദൈവം നമ്മെ തൻ്റെ പുത്രനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗീയ സ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം തൻ്റെ മുഴുവൻ സ്നേഹവും ഒന്ന് ചെലവിട്ടിട്ടാണ് നമ്മെപ്പോലുള്ള ഒരാളെ സ്വർഗീയ സ്ഥലത്ത് ഇരുത്തുന്നത്. ആമേൻ. എന്ന് പറഞ്ഞാൽ, എന്നെപ്പോലുള്ള ഒരാൾ സ്വർഗീയ സ്ഥലത്ത് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കണമെങ്കിൽ ദൈവത്തിന് തൻ്റെ മുഴുവൻ ക്ഷമയും മുഴുവൻ കരുണയും മുഴുവൻ സ്നേഹവും മുഴുവൻ ദയയും ഇത് സകലത് ഇൻവെസ്റ്റ് ചെയ്തെങ്കിലേ എന്നെപ്പോലെയുള്ള ഒരാൾ ക്രിസ്തുവിൻ്റെ സ്വരൂപമായി ദൈവസന്നിധാനത്തിൽ ഇരുത്തപ്പെടുകയുള്ളൂ. ആമേൻ. അപ്പോൾ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് കർത്താവ് പിതാവായ ദൈവം നമുക്ക് വേണ്ടി നിൽക്കുന്നത്, ഇതിൻ്റെ പേര് ഇതുകൊണ്ടാണ് യോഹന്നാൻ ഓർപ്പിക്കുന്ന, കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എത്ര വലിയ സ്നേഹമാണ് ലാവിഷ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇതെന്തും മനോഹരമായ ഒരു ധ്യാനമാണ്. ആമേൻ. ഈ ധ്യാനത്തെ അല്ലെങ്കിൽ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച ഭക്തന്മാരാണ് ഇപ്രകാരം പാടിയത്, ഓർക്കുന്തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ. ഓരോ പ്രാവശ്യം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും എന്നിലുള്ള ദൈവസ്നേഹം വർദ്ധിക്കുകയാണ്, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് എന്ന് ഭക്തൻ എഴുതാനുള്ള കാരണം ഇതാണ്. ആമേൻ. അപ്പോൾ കർത്താവിൻ്റെ മനസ്സലിവിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഒരു ഭാഗം കൂടി നമ്മൾ പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിനകത്ത് ഓർപ്പിക്കും. അത് ഈ റോമാലേഖനം 12:1 തന്നെയാണ്. ആമേൻ. അവിടെ ഇപ്രകാരമുണ്ട്, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. ഈ സമർപ്പിക്കുക എന്നൊരു പദം, സമർപ്പിക്കുക എന്നുള്ളൊരു പദം. പ്രൈസ് ഗോഡ്. ഈ സമർപ്പിക്കുക എന്നൊരു പദത്തിന് ബൈബിളിൻ്റെ വിവക്ഷ എന്താണെന്നറിയാമോ? ഒരു നിരന്തര അനുസരണത്തിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതിൻ്റെ പേര് സമർപ്പണം. നിരന്തരമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ചോദ്യം ചെയ്യലില്ലാതെ, തർക്കങ്ങളില്ലാതെ, നിരുപാധികമായി അനുസരണത്തിനായി സമർപ്പിക്കുന്നു. അവിടെ പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല. എന്തു പറയുന്നു അത് കേൾക്കുവാനായി ഒരു അടിമയെപ്പോലെ ഏൽപ്പിക്കുന്നു. ഞാൻ മുമ്പ് ഓർപ്പിച്ചല്ലോ, ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ കാലഘട്ടവും
അവൻ്റെ പശ്ചാത്തലവും സംസ്കാരവും ഒക്കെയാണ് അതിലെഴുതപ്പെട്ടൊരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അടിമകളെന്ന് പറയുന്നവർ എന്താണെന്ന്, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. അടിമയ്ക്ക് തൻ്റേതായ സ്വാതന്ത്ര്യമൊന്നുമില്ല, അടിമയ്ക്ക് തൻ്റേതായ ഇഷ്ടവുമില്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ഖണ്ഡികയിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഇപ്രകാരം കർത്താവ് പറയുന്നു, അവൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, നിങ്ങൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവേ. പ്രൈസ് ഗോഡ്. പ്രയോജനമില്ലാത്ത ദാസന്മാർ. ഒന്നുകൂടി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എന്നെ വിളിച്ചതിന് പകരം മറ്റൊരാളെ വിളിച്ചിരുന്നെങ്കിൽ അവൻ എന്നേക്കാൾ കൂടുതൽ നന്നായി ഇത് ചെയ്തേനെ എന്നറിഞ്ഞിട്ടും എന്നെ തന്നെ തിരഞ്ഞെടുത്തു. പ്രൈസ് ഗോഡ്. അപ്പം ഞാൻ എത്ര നന്നായി കാര്യങ്ങൾ ചെയ്താലും, ഞാൻ എത്ര സൂക്ഷ്മതയോടെയും എത്ര ഉത്തരവാദിത്വത്തോടെയും കാര്യക്ഷമതയോടെയും കാര്യങ്ങൾ ചെയ്താലും, എന്നെ ഈ ഏൽപ്പിച്ച കാര്യം മറ്റൊരാളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ, കൂടുതൽ സമർത്ഥനായ ഒരാളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവനത് ഏറ്റവും നന്നായി ചെയ്തേനെ. പക്ഷെ എന്നിട്ടും എൻ്റെ യോഗ്യത നോക്കാതെ എന്നെ തിരഞ്ഞെടുത്ത ആ ദൈവത്തിൻ്റെ കാരണം. ആമേൻ. അപ്പോൾ ഈ സമർപ്പണത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു അല്ലേ? എന്താ സമർപ്പണം? ഞാൻ പറഞ്ഞല്ലോ, നിരന്തരമായി അനുസരണത്തിനായിട്ട് സമർപ്പിക്കുക, ചോദ്യം ചെയ്യാതെയുള്ള ഒരു സമർപ്പണമാണ്. ഇവിടെ പറയുന്നു, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. അവിടെ ഈ ശരീരങ്ങൾ എന്നൊരു പദം ശ്രദ്ധിക്കണം. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, പാപത്തിനായിട്ട് ഞാൻ എൻ്റെ ശരീരത്തെ എത്രത്തോളം സമർപ്പിച്ചിരുന്നു, സ്വന്തം ഇഷ്ടങ്ങൾക്ക്, പാപത്തിനായിട്ട് ഒക്കെ എൻ്റെ ശരീരത്തെ എത്രത്തോളം ഞാൻ വിട്ടുകൊടുത്തു, അതുപോലെ തന്നെ ദൈവ ഇഷ്ടത്തിനായിട്ട് എന്നെ വിട്ടുകൊടുക്കുക. ആമേൻ. ഹെബ്രായ ലേഖനം പറയുന്നുണ്ടല്ലോ, സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്ന് കടമെടുത്ത് ഹെബ്രായ ലേഖന കർത്താവ് ഇപ്രകാരം എഴുതുന്നുണ്ട്, പിതാവേ, ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, നീ ഒരു ശരീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. അപ്പം കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശരീരത്തെ ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കുന്ന ആ ഭാഗത്തെയാണ് ഹെബ്രായ ലേഖകൻ അവിടെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് പാപത്തിനായിട്ട് എങ്ങനെ ശരീരത്തെ വിട്ടുകൊടുത്തുവോ, ഔവണ്ണം തന്നെ ദൈവേഷ്ടത്തിനായിട്ട് എന്നെ തന്നെ വിട്ടുകൊടുക്കുക. ഇവിടെ സമർപ്പണം എന്ന് ഉദ്ദേശിക്കുന്നത്, ദൈവീക ഇഷ്ടത്തിന് വേണ്ടി ഇന്നു മുതൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കണ്ണുകളിലൂടെ ദൈവം നോക്കുവാനും, എൻ്റെ ഹൃദയത്തിലൂടെ ദൈവം ചിന്തിക്കുവാനും, എൻ്റെ കൈകളിലൂടെ ദൈവം ചിലരെ ആശ്വസിപ്പിക്കുവാനും, എൻ്റെ കാലുകളിലൂടെ ചില ഇടങ്ങളിൽ എത്തുവാനുമൊക്കെ എന്നെ സമ്പൂർണ്ണമായി ദൈവ ഇഷ്ടത്തിന് ഞാൻ ഏൽപ്പിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് ഓർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ മന്ദിരം എന്നുള്ള പദം, നാവോസ്ത പദം വീടെന്നാണ്. ദൈവത്തിൻ്റെ വീട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടാരം. അപ്പം നമ്മുടെ ശരീരം ഒരു കൂടാരമാണ്. ആ ശരീരത്തിൽ ഇതുവരെ നമ്മൾ വസിച്ചു. എന്നാൽ ഇനി മുതൽ നാം അല്ല, ക്രിസ്തു അതിൽ വസിക്കുന്നു. ആമേൻ. അപ്പോൾ ക്രിസ്തീയ ജീവിതം അർത്ഥവത്താകുന്നത് ഈ ഒരു തിരിച്ചറിവിലാണ്. റോമാലേഖനം 6:13 ഇപ്രകാരം പറയുന്നുണ്ട് സമർപ്പണത്തെക്കുറിച്ചുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കരുത്. നിങ്ങൾ പാപത്തിന് സമർപ്പിക്കരുത്. ആമേൻ. മറിച്ച് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുകയും. ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ, ഞാൻ മരിച്ചു, ഇനി എനിക്കൊരു ലൈഫിൽ ഈ ഭൂമിയിൽ. ഈ ഭൂമിയിലുള്ള എൻ്റെ ജീവിതം ക്രിസ്തു എന്നിലൂടെ ജീവിക്കുകയും
അതിലൂടെ മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ വരാൻ പോകുന്ന ആ ജീവിതമാണ് എൻ്റെ ജീവിതം. ഇവിടെ ഞാൻ ഒന്നിനും ഉടമസ്ഥനല്ല, ഞാൻ എല്ലാത്തിൻ്റെയും ഗൃഹവിചാരകനാണ്. എന്നാൽ അവിടെ ഞാൻ ചിലതിന് ഉടമസ്ഥനാകും. പ്രൈസ് ഗോഡ്. ഇപ്പൊ ഭൂമിയിൽ എന്നെയും നിങ്ങളെ ആക്കിയിരിക്കുമ്പോൾ എൻ്റേതെന്ന് പറയുവാൻ എനിക്കൊന്നുമില്ലാത്തതുപോലെ ഞാനൊരു കർത്തൃത്വത്തിന് കീഴിലാണ്. ആ കർത്തൃത്വത്തിന് കീഴിൽ ഞാൻ ഒന്നിൻ്റെ ഉടമസ്ഥനല്ല, മറിച്ച് ഞാൻ കാര്യവിചാരകനാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നത് പോലെ, നിങ്ങൾ അന്യമായതിൽ വിശ്വസ്തരല്ലെങ്കിൽ സ്വന്തമായത് നിങ്ങളെ ആര് ഭരമേൽപ്പിക്കും? നാളെ ഒരിക്കൽ സ്വന്തമായി ചിലത് നമുക്ക് നൽകും. അത് നമ്മുടെ അവകാശമാണ്, അത് നമ്മുടെ സ്വസ്ഥതയാണ്. പക്ഷെ ഈ ലോകത്തിൽ നമ്മുടെ കരത്തിൽ ലഭിച്ചതിനൊന്നും നാം ഉടമസ്ഥരല്ല എന്നുള്ളൊരു തിരിച്ചറിവ്. വാസ്തവത്തിൽ അതിലാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്നതിൻ്റെ അർത്ഥം ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ഉടമസ്ഥത, തൻ്റെ ഉത്തരവാദിത്വം സകലതും കർത്താവിൽ നിക്ഷേപിക്കുകയാണ്. അന്നു മുതൽ ആ ക്യൂരിയോസ് അഥവാ കർത്താവ് ആ കർത്തൃത്വത്തിന് കീഴിലുള്ള ഒരുവൻ ഒരു ഡൂലോസ് ആയിട്ട് അനുസരിപ്പാൻ മാത്രമുള്ളൊരു ദാസനായി ഏൽപ്പിക്കപ്പെടുകയാണ്. ഇപ്പം ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് ഈ അനുസരണം. ഈ അനുസരണമെന്ന് പറയുന്നതിനെ കുറിച്ചാണ് റോമാലേഖനം 12-ാം അധ്യായം യാഗമായി സമർപ്പിക്കുക എന്ന് ഓർപ്പിക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ആ തിരിച്ചറിവ്. ഓരോ ദിവസവും ഈ പകൽ കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. ആമേൻ. ഇവിടെ ഈ അവയവങ്ങൾ എന്ന് പറയുന്നത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് ഇവയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഇച്ഛകൾ, അതാണ് നമ്മുടെ അവയവങ്ങൾ. നമ്മുടെ ആഗ്രഹങ്ങൾ, അതാണ് നമ്മുടെ അവയവങ്ങൾ. നമ്മുടെ മോട്ടീവ്സ്, അതാണ് നമ്മുടെ അവയവങ്ങൾ. നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ വികാരവിക്ഷോഭങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള അവയവങ്ങളെ നിങ്ങൾ ദൈവഹിതത്തിനായി സമർപ്പിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. റോമർ 6:16 കൂടി വായിച്ച് നമ്മൾ ഈ മെസ്സേജ് അവസാനിപ്പിക്കുക. റോമർ 6:16, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. ആമേൻ. നാം എന്തിനു സമർപ്പിക്കുന്നോ നാം അതിൻ്റെ ദാസന്മാരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിപ്പീൻ. അപ്പോൾ സത്യാരാധനക്കാരൻ സമർപ്പണത്തിലൂടെ തൻ്റെ വിധേയത്വം തെളിയിക്കുകയാണ്. നമുക്കിത് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവിന് വലിയ കൃപയിൽ അവരെ പൊതിയുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മീക ജീവിതത്തിൽ നിരന്തര സമർപ്പണത്തിലൂടെ ദൈവപ്രസാദമുള്ളവരായി ദൈവേഷ്ടം ചെയ്ത് ജീവനും വിശുദ്ധിയുമുള്ള ഒരാരാധനയായി, ഒരു വഴിപാടായി ഞങ്ങളുടെ ജീവിതത്തെ കർത്തൃകരങ്ങളിൽ ഏൽപ്പിപ്പാൻ സ്വർഗം ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പാപത്തിൻ്റെ ചതിയിലോ മുറുകിപ്പറ്റുന്ന പാപത്തിലോ അകപ്പെട്ടവരുണ്ടെങ്കിൽ, തീരുമാനമെടുത്തിട്ട് അതിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കർത്താവേ, അവരുടെ മേൽ കരം തൊട്ട് ആ കെട്ടുകളിൽ നിന്ന് അവരെ വിടുവിച്ച് സ്വതന്ത്രമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു.
പ്രാർത്ഥിച്ച് അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.